ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത ചെറിയ പീസുകൾ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോർ ഐറ്റം ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന നമ്മുടെ അഗ്ലോണിമ ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും അതേപോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്പുകളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അഗ്ലോണിമ പൊതുവെ നമ്മൾ വാങ്ങി നട്ടു വളർത്താറുള്ള അഗ്ലോണിമ ചില സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ ചുവട് അഴുകി പോകാനും ചെടി ഹെൽത്തിയായി വളരാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ചെടിക്ക് ചെയ്തു കൊടുക്കാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ അറിയാം, നിറയെ തൈകളൊക്കെ വന്ന് പുഷ്യായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ വാങ്ങി വളർത്തുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ നിൽക്കുന്നതായിരിക്കും കാണാനും ഭംഗി. അപ്പോൾ ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ ഈ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു എവർഗ്രീൻ്റെ വെറൈറ്റിയിൽപ്പെട്ടൊരു പ്ലാന്റാണ്. ചെറിയൊരു തൈ നമ്മൾ വെച്ച് കൊടുത്ത് നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. അതേപോലെ അഗ്ലോണിമയുടെ പിങ്ക് വെറൈറ്റിയാണ്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ലീഫുകളൊക്കെ വന്നു തുടങ്ങി. അതേപോലെ ഈ പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. ചില അഗ്ലോണിമകൾ നമ്മുടെ ലീഫുകളൊക്കെ വളരാതെ അത് മുരടിച്ച് പോകുന്നൊരവസ്ഥയിൽ ആയി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ അതിൻ്റെ ലീഫുകളൊക്കെ ഇതേപോലെ മുരടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലാന്റ് വളരാനുള്ള ടെൻഡൻസി ഉണ്ട്. വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരേ ഒരു കാര്യം ഇതിൻ്റെ തണ്ട് ഇവിടെ വെച്ച് മുറിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് തണ്ടുകളും ഈ ഒരു രീതിയിൽ ഇവിടെ മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുവട്ടിൽ നിന്ന് നിറയെ തൈകൾ ഉണ്ടായി കിട്ടും. ഈ ഒരു പ്ലാന്റ് നമുക്ക് മുകളിൽ വെച്ച് നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും. ഇതേപോലെ കേടായിക്കൊണ്ടിരിക്കുന്ന ചെടികൾ നമുക്ക് അതിന് മുകളിൽ ഒരു പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയ പീസ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ തണ്ടുകൾ ഇതേപോലെ നട്ടു കൊടുത്താൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തണ്ട് നീളം കൂടി ഈ തണ്ടുകൾ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ചുവട്ടിൽ നിന്ന് ഏകദേശം 2-3 ഇഞ്ച് ഹൈറ്റിൽ വെച്ച് നമ്മൾ മുറിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ കട്ടിങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ തണ്ട് നമുക്ക് ഇനിയും ചെറിയ പീസുകളാക്കിയിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് 2 കട്ടിങ് കൂടി നമ്മൾ മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കി നട്ടു കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത ചെറിയ പീസുകൾ നമുക്ക് ചെറിയ പോട്ടിൽ ഇതേപോലത്തെ മണ്ണ് മാത്രം മതി, ഇല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നമുക്ക് പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ കട്ടിങ്ങുകൾ ഈ രീതിയിൽ 2-3 പീസുകൾ നമുക്ക് ഓരോ പോട്ടിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് നനച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഈ ചെടിയിൽ ഇതേപോലെ മുകുളങ്ങൾ വരാൻ തുടങ്ങും. ഇത് നമുക്കിനി ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് പുതിയ ലീഫുകൾ 2-3 ലീഫുകൾ ആകുമ്പോഴേക്കും നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നമുക്ക് വളർത്തുന്നതിൻ്റെ ഗുണം പെട്ടെന്ന് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ കൂടാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടുന്നുള്ളതാണ്. ചെടി ബുഷിയായിട്ട് മാറാനൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെടികളിൽ നമ്മളെ ബ്രൂണിങ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ കട്ടിങ് നമ്മൾ ഇറക്കി വെച്ച് വേര് പിടിച്ചിട്ടുള്ള ഒരു തണ്ടാണ്. വേരുകളൊക്കെ വന്നു തുടങ്ങി. അതേപോലെ ചെറിയ മുകുളങ്ങൾ ഇതിന്ന് അരികുന്ന് മുളച്ച് വരാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്താണ് മുകുളങ്ങൾ പൊട്ടി വരിക. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അഗ്ലോണിമയുടെ പ്ലാന്റും അതേപോലെ പോട്ടും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്, അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തണ്ട് മുറിച്ച് പുതിയ പോട്ടിലേക്കൊക്കെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നിറയെ ബുഷിയായിട്ട് വളരാൻ വേണ്ടി നമുക്ക് ഇതുപോലെ തണ്ടുകൾ മുറിച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് പുതിയ തൈകൾ നിറയെ വളർന്നു വരും. ഒരു തണ്ട് മുറിച്ച് അതിൻ്റെ ചുവട്ടിൽ നിന്ന് 3-4 തൈകൾ ഇതേപോലെ ഉയർന്നു വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ അഗ്ലോണിമയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ നമ്മൾ ഓരോ വെറൈറ്റികൾ എടുക്കുന്ന സമയത്തും അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള വളർച്ചയായിരിക്കും. നമ്മുടെ ഈ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പോലെ ആയിരിക്കില്ല മറ്റ് ചെടികളുടെ. ഇത് നമ്മുടെ അഗ്ലോണിമ സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഇത് സ്ലോ ഗ്രോത്താണ്. നിറയെ തൈകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു സ്ലോ ഗ്രോത്ത് ആയിട്ട് വരുന്നൊരു പ്ലാന്റാണ്. ഇത് യെല്ലോ വെറൈറ്റിയാണ്. അഗ്ലോണിമയുടെ നല്ല വലുപ്പത്തിൽ വലിയ ലീഫുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ബിഗ് സൈസിലൊക്കെ വലിയ ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ മറ്റൊരു വെറൈറ്റി
ഇഗ്ലോണിമയുടെ തന്നെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫുകൾ കുറച്ചുകൂടി നീളത്തിലായിട്ട് നല്ല തിക്കായിട്ട് വളർന്നിരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്തത് വെർട്ടിക്കലായിട്ട് നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്ത് അതിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അതേപോലെ ലോ മെയിൻ്റനൻസ് ആണ്. ഒരു ചെറിയൊരു വെളിച്ചം മാത്രം മതി ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് വളപ്രയോഗമൊക്കെ ആയിട്ട് നമ്മൾ ചാണകപ്പൊടി അതുപോലെ പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്ലോണിമ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നിറയെ വളരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.